ഹായ് ഹലോ അസ്സലാമലൈക്കും. നൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെ ഉണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അപ്പം ഞങ്ങൾക്കും ഇവിടെ സുഖമാണ്, അൽഹംദുലില്ലാ. അപ്പം ഇന്ന് നമ്മൾ കാച്ചിൽ പിന്നെ ഞങ്ങളവിടെയൊക്കെ ഇതിന് കാവത്ത് എന്നൊക്കെ പറയട്ടോ. കാവുത്ത് കാച്ചിൽ ഒക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മളവിടെ കാവുത്ത്, ഇവിടെ കാച്ചിൽ. പക്ഷെ അവിടെയും കാച്ചിൽ എന്ന് ഇതിന് പറയുമെന്ന് അറിയാട്ടോ. അപ്പം അങ്ങനെ കഴിഞ്ഞ വർഷം ഇത് കളച്ചിട്ടില്ല, ഈ വർഷമാണ് കളച്ചിക്കണം കേട്ടോ. അപ്പം അത് താഴെയാണ്, കളക്കണമൊന്നും കാണിച്ചു തന്നിട്ടില്ല. അപ്പം ഇത് കളച്ച് വലിയതായതുകൊണ്ട് എല്ലാവർക്കും പങ്കിട്ട് എടുത്തിട്ട് അതിലത്തെ ഒരു പങ്കാണ് ഇപ്പം ഇത് കേട്ടോ. ഞങ്ങൾക്കിപ്പോൾ തന്നെ അറിയല്ലേ. അപ്പം ഞാനിതിൻ്റെ ഈ വേരും മണ്ണും ഒക്കെ കളഞ്ഞിട്ട് നമുക്ക് വെക്കാൻ പാകത്തിനുള്ളത് എടുത്ത് ബാക്കി നമുക്ക് മാറ്റി എടുത്ത് വെക്കാം. പിന്നെ നമുക്ക് 4 മണി ചായക്ക് ആണെങ്കിൽ പുഴുങ്ങി തിന്നാം, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയുക ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട് കേട്ടോ. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് തരിക. പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇടുക. അപ്പം ഞാനിതിൻ്റെ വേരുകളും മണ്ണുകളൊക്കെ കളഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പം കണ്ടോ, ഞാൻ ഇതിൽ ഈ നമ്മൾ കളക്കുമ്പോൾ തട്ടൂലേ, ആ ഭാഗങ്ങൾ എടുത്ത് കറി വെക്കുകയാണ്. അത് തട്ടാത്ത ഭാഗങ്ങൾ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ചെറുത് 2 എണ്ണം എടുത്തുകൊണ്ടാണ് കറി വെക്കുന്നത്. ബാക്കിയില്ലേ ഞാൻ ഈ പാത്രത്തിലെടുത്ത് കൊണ്ടുപോയി എടുത്ത് വെക്കട്ടെ, നമുക്ക് എപ്പോഴേലൊക്കെ പുഴുങ്ങാം. അപ്പം ഇതിന് നമുക്ക് ചെത്തി തോലൊക്കെ കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ് ഞാനിതെങ്ങനെ വെക്കലെന്ന് കാണിച്ചു തരാം. അപ്പം ഇത്രയാണ് ഞാൻ വെക്കാൻ കരുതിയിരിക്കുന്നത്. ബാക്കി ഞാൻ എടുത്ത് വെച്ചു കേട്ടോ. നമുക്കിതിൻ്റെ തോല് ചെത്തി, പിന്നെ മണ്ണാണ്, നല്ല മണ്ണുണ്ട്. പിന്നെ കൊഴുപ്പൊക്കെ അല്ലേ, ഇതിന് നല്ലോണം കഴുകണം. ഇതാ തോലൊക്കെ ചെത്തി എടുക്കണുണ്ട്. ഇത് കഴിഞ്ഞ വർഷം കളക്കാൻ പൊന്തി വന്നിരുന്നു, പക്ഷെ കഴിഞ്ഞ വർഷം ഇവിടെ ആരും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് കളച്ചിട്ടില്ല. അപ്പം ഇതാ ഇതിനെ ഓരോന്നോരോന്നാക്കി ഞാനിതാ ചെത്തി തൊലിയൊക്കെ കളഞ്ഞ് എടുത്തുക്കണ്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ചെത്തി നോക്കുമ്പോൾ വെച്ച് തോന്നുക ഒക്കെ പാടെ വേണ്ടാന്ന്. കാരണം ആവശ്യത്തിനല്ലേ ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ, ഒരുപാട് ഉണ്ടാക്കിയിട്ട് വെറുതെ കളയാൻ. അപ്പം ഇത്ര മതിയാവും. അപ്പം ഞാനിതൊന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. പിന്നെ ഇത് അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ചപ്പത്തിന് എന്തോ ഒരു തളച്ചപ്പത്തിന് തന്നെ വെന്തു കേട്ടോ. നല്ല പെട്ടെന്ന് വെന്തിക്കണ്. അത് ഞാനൊരു 3-4 വട്ടം നല്ലോണം കഴുകി മണ്ണൊക്കെ കളഞ്ഞ് ഇങ്ങനെ നമ്മൾ ഇതിൽ തന്നെ ഇട്ട് ഊറ്റരുത്. അങ്ങനെ ഊറ്റിക്കഴിഞ്ഞാൽ മണ്ണ് പോകൂല. അപ്പോൾ ഞാൻ വേറെ പാത്രത്തിൽ ഇട്ടുങ്ങാണ്ട് കഴുകി അങ്ങനെ ആയാൽ ഇതിൻ്റെ അടിയിലേക്ക് മണ്ണ് ഒക്കെ കല്ലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് താഴെ ഭാഗത്തേക്ക് ആർങ്ങി വന്ന് നമുക്കത് കഴുകി കളയാം, വൃത്തിയാകുള്ളൂ. അങ്ങനെ കഴുകി എടുത്തുട്ടോ. മണ്ണില്ലതൊക്കെ ഇങ്ങനെ കഴുകുകയാണ് നല്ലത്. എന്നിട്ട് പിന്നെ നല്ലോണം ഒന്ന് ഇതാക്കി കഴുകുക എന്നല്ലാതെ. അപ്പം അങ്ങനെ അത് കഴുകി ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ചട്ടിയിലാണ് വെക്കണത്. പിന്നെ ഇതിലേക്ക് വെള്ളവും പച്ചമുളകും ഒഴിച്ചങ്ങാണ്ട് തീമക്കുകയാണ് കേട്ടോ. ഞാനിത് വെറുതെ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഒന്ന് തള വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഇളക്കിടാൻ വേണ്ടി കണ്ട് തുറക്കുമല്ലോ, ആ സമയത്ത് തന്നെ ഇത് വെന്തിക്കണം കേട്ടോ. ഒരു കഥയുണ്ട് പറയാൻ, ആ കഥ മാതിരിയാണ്. ഒരാൾ പിന്നെ ചീനി ഉണ്ടല്ലോ, അതിന് ഞങ്ങളവിടെയൊക്കെ പൂളാന്നാട്ടാ പറയാ. അപ്പം ഈ ചീനി ഇങ്ങനെ വിൽക്കാനിരുന്നപ്പോൾ പിന്നെ അത് ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ കാറ്റിനൊക്കെ വീണ് പൊന്തി നിന്നതൊക്കെ വിൽക്കാൻ വെച്ചാൽ വേകൂലല്ലോ. അപ്പം അങ്ങനെ വേകാതെ ഇരുന്നപ്പോൾ അയാളത് കൊണ്ടുപോയി കടയിലല്ല, ഈ റോഡ് സൈഡിൽ ഇങ്ങനെ വിൽക്കാൻ വെച്ച് വിളിച്ചു പറഞ്ഞത്രേ.
പിന്നെ എല്ലാവരും ഓടി വരും. നല്ല വേവില്ല അല്ല, ബൾബിൻ്റെ ചൂട് തട്ടിയാൽ വേകണ പൂളയാണ്. വേഗം വന്ന് വാങ്ങിക്കൊണ്ടേക്കോളി മക്കളെ, ഇത് പെട്ടെന്ന് വേകും, പിന്നെ ബൾബിൻ്റെ ചൂട് തട്ടിയാൽ മതിയെന്ന് അങ്ങനെ വിളിച്ച് പറയുന്നത് കേട്ടുങ്ങാണ്ട് ഒരു മനുഷ്യന് അതിന് കുറച്ച് തോനെ വാങ്ങിപ്പോയി. അയാൾ ഇന്നും നാളെയും ഒക്കെ വേവിച്ചിട്ടും ഇത് വേകണില്ല. അയാൾ എന്ത് ചെയ്തു, അതൊരു പാത്രത്തേക്ക് ഇങ്ങോട്ട് കൊട്ടിയിട്ട് ഇയാൾ വിൽക്കാൻ വെച്ചതിൻ്റെ നേരെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് കണ്ട് ഇയാൾ പുഴുങ്ങിയത് വിൽക്കാൻ വെച്ചു. അപ്പം അപ്പുറത്ത് നിന്ന് അയാൾ ഇങ്ങനെ വിളിച്ച് പറയുന്നതാണ് ബൾബിൻ്റെ ചൂട് തട്ടിയ വേകണ പൂള. അങ്ങനെ അയാൾ ഇങ്ങനെ വിളിച്ച് പറയുന്നത് കേട്ടുങ്ങാണ്ട് ഇപ്പുറത്ത് നിന്നുങ്ങാണ്ട് ഇയാൾ പറഞ്ഞത്രേ, ആ പൂള തന്നെയാണ് ഈ പൂള, ഈ പൂള തന്നെയാണ് ആ പൂള. അങ്ങനെ എന്ന പോലെ ഇത് ഞാൻ ഒന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയാണ്ട് നോക്കിയപ്പോൾ തന്നെ അത് വെന്തുങ്ങാണ്ട് കണ്ട് ഉടഞ്ഞിക്കണം കേട്ടോ. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തു, വേഗം ചെന്ന് തേങ്ങയൊക്കെ ചിരകി അതിക്ക് ഇച്ചിരി ചെറിയ ജീരകവും വെളുത്തുള്ളിൻ്റെ ചെറിയൊരു കഷ്ണവും, അപ്പോൾ വലിയ പിന്നെ വെളുത്തുള്ളിയൊക്കെ വലിയ വലിയ ഇതായതുകൊണ്ട് കുറച്ച് മതി. അപ്പം അതും പിന്നെ ചെറിയുള്ളിയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുത്ത് അതും കൂടി ഒഴിച്ച് നമ്മളെ കറി ഇവിടെ റെഡിയായിട്ടോ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക. ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ ഉണ്ടാക്കലെന്നും കമൻറ്റ് ചെയ്യുക. പെട്ടെന്ന് വെന്തു കേട്ടോ, എത്ര എളുപ്പമെന്നറിയോ, ഉടഞ്ഞങ്ങോട്ട് കലങ്ങി. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളെ കാച്ചിലിൻ്റെ വീഡിയോ ആണ്. കാച്ചിൽ എന്ന് പറഞ്ഞാൽ അറിയണോലും കാവത്ത് എന്ന് പറഞ്ഞാൽ അറിയണോലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെയൊക്കെ നാട്ടിലേക്ക് എന്തൊക്കെ പറയാമെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അത് കണ്ടോ, ഞാൻ ഇത് തൂമിച്ചുങ്ങാണ്ടൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ മകൾക്ക് കടുവ് അങ്ങനത്തെ ഒന്നും കണ്ടാൽ പറ്റൂല. ഇന്ന് ഞായറാഴ്ചയല്ലേ, അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കറി. സൂപ്പർ ടേസ്റ്റാട്ടോ. കഞ്ഞിക്കൊക്കെ ഇങ്ങനെ കൂട്ടണല്ലേ. പിന്നെ ഇതിക്ക് ഇറച്ചിക്കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ, നമുക്കിന്ന് ഇവിടെ മീൻ കറിയാണ്, ഒക്കെ കൂട്ടി ഒഴിച്ച് നല്ല ടേസ്റ്റാട്ടോ. അപ്പം കാച്ചിൽ ഞാൻ അവിടെ നിൽക്കണ കണ്ടീനു, പക്ഷെ ഇവർ കളക്കാൻ പോണ കണ്ടില്ല. എന്നാൽ ഞാൻ കാണിച്ചു തന്നീനു. വലിയൊരു മുരടേനു കേട്ടോ, സൂപ്പർ. അപ്പം ഇന്നത്തെ കാച്ചിലിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പം തന്നെ തന്നോളി. അപ്പം ഞങ്ങൾ ഇതേമാതിരത്തെ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.